എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് പറഞ്ഞ സംഭവമാണ്. കുറേ കാലമായുള്ള വല്ലാത്ത വയറുവേദന പരിശോധിക്കാൻ ആശുപത്രിയിൽ പോയതായിരുന്നു അവർ. ഇനിയും എത്ര കാലം ഇതിങ്ങനെ സഹിക്കേണ്ടി വരും റബ്ബേ എന്നിങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കീമോതെറാപ്പി പേഷ്യന്റിനെ അതേ മുറിയിലേക്ക് കൊണ്ടുവന്നത്. സഹിക്കാനാവാത്ത വേദനയോടെ അയാൾ ആ ഡോസുകൾ പൂർത്തിയാക്കി 2 മണിക്കൂർ കഴിഞ്ഞ് മക്കളോടൊപ്പം തിരിച്ചുപോയി. ഇത് കണ്ടുനിന്ന എൻ്റെ സുഹൃത്ത് മനസ്സിൽ പറഞ്ഞു, റബ്ബേ അൽഹംദുലില്ലാ, നിനക്കാണ് സർവസ്തുതിയും. നീ തരാനുദ്ദേശിച്ച സന്ദേശം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. ഈ മനുഷ്യന് സംഭവിച്ചിരിക്കുന്നത് നോക്കുമ്പോൾ എനിക്ക് വന്നിട്ടുള്ളത് ഒന്നുമല്ല. ഞാനിതാ ആ കാര്യം ഉൾക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു ഒരുക്കുന്ന സന്ദേശങ്ങളെ നമ്മൾ കണ്ടില്ലെന്ന് വെക്കരുത്. തെറ്റ് ചെയ്ത ശേഷം മനസ്സിൽ വല്ലാത്ത ഭാരം തോന്നാറില്ലേ? അള്ളാഹുവിലേക്ക് അവൻ നമ്മളെ അടുപ്പിക്കുന്നു എന്നതിനുള്ള സൂചനയാണത്. നമ്മുടെ അടുത്തുകൂടെ കടന്നു പോകുന്ന ജനാസയും കേൾക്കുമ്പോൾ നമ്മെക്കുറിച്ച് അവതരിച്ചതാണ് എന്ന് തോന്നിപ്പോകുന്ന ഖുർആനിലെ ആയത്തുകളും നമ്മുടെ ബലഹീനത വിളിച്ചറിയിക്കുന്ന രോഗങ്ങളും അള്ളാഹു മാത്രമാണ് യഥാർത്ഥ അഭയം എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ആത്മസുഹൃത്തിന്റെ ചതിയോ ഏറെ സ്നേഹിച്ചവർ നമ്മെ ഇട്ടേച്ചു പോകുന്നതോ എല്ലാം നമുക്കുള്ള സന്ദേശങ്ങളും ഓർമ്മപ്പെടുത്തലുമാണ്. അവിടെ നമ്മൾ അള്ളാഹുവിനെ ഓർക്കണം, അവനെ സ്തുതിക്കണം. അൽഹംദുലില്ലാ അലാ കുല്ലി ഹാൽ. ഏതവസരത്തിലും അള്ളാഹുവേ, നിനക്കാകുന്നു സർവസ്തുതിയും.